ഇന്നലത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രവുമായി മാറിയത് തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്താണ്. കാരണം വെറും 4 സീറ്റുള്ള BJP അവിടെ അധികാരത്തിൽ വന്നു. ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ BJP ആയി മാറി. നാം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രം കണ്ടിട്ടുള്ള, കർണാടകയിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു നീക്കം കേരളത്തിലും ഉണ്ടായിരിക്കുകയാണ്. ഈ മാതൃകയായിരിക്കുമോ സുരേന്ദ്രൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത്? അതെ, കാരണം സുരേന്ദ്രൻ അന്ന് പറഞ്ഞത് BJPക്ക് കുറച്ച് MLA മാർ കിട്ടിയാലും നമ്മൾ സർക്കാർ ഉണ്ടാക്കുമെന്ന്. അത് ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിന് നിന്ന് ഉള്ള ചില MLA മാർ, കോൺഗ്രസിൽ നിന്ന് പിളർത്തിയുള്ള MLA മാർ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മട്ടത്തൂർ സംഭവിച്ചത് ശരിക്കും കോൺഗ്രസിൻ്റെ ധാർഷ്ട്യമാണ്. കോൺഗ്രസ്സിന് കിട്ടേണ്ട ഒരു അടി തന്നെയാണ് മട്ടത്തൂർ. കാരണം എല്ലാവരും പല ഭരണകർത്താക്കൾ അവിടുത്തെ DCC ധാർഷ്ട്യം പിടിച്ച ഒരെന്നാണ്. അതിലൊരു മെമ്പറിനെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാറ്റ് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു, വിശിഷ്ട കേരളത്തിലേക്ക് വരുന്നു. അത് നടക്കില്ല എന്ന് UDFും LDFും പറഞ്ഞതിന് ഒരു തിരിച്ചടിയാണിത്. കാരണം കോൺഗ്രസിൻ്റെ ഈ ധാർഷ്ട്യം സഹിക്കുവാൻ പറ്റാതെയാണ് ഈ 8 കൗൺസിലർമാർ ഒറ്റയടിക്ക് BJPയിലേക്ക് വരികയും BJPയുടെ 4 പേർ ചേർന്ന് 12 പേരായിട്ട് അവിടെ പഞ്ചായത്ത് സമിതി രൂപീകരിക്കുന്നത്. 4 or 5 പേര് വന്നാൽ കോൺഗ്രസ് കോടതിയിൽ പോയാൽ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പേരിൽ ഇവർ അസാധുവാക്കപ്പെടും. ഇതിപ്പം കോൺഗ്രസിൻ്റെ കയ്യിലുള്ള 8 പേരും അപ്പാടെ വന്നിരിക്കുകയാണ്. അത് കൂറുമാറ്റ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ആ മട്ടത്തൂർ പഞ്ചായത്തിൽ ഈ 8 മെമ്പർമാരുടെ യൂണിറ്റി, ഒത്തൊരുമ, അവർ നിയമം പഠിച്ചു. അവിടെ ഒരു മാറ്റം വേണം. കാരണം 24 വർഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFിൻ്റെ ഒരു ഭരണമാണ് മട്ടത്തൂരിൽ. അവിടെ LDFും UDFും ഈ ഇന്ത്യ മുന്നണി പോലെ ആണ് പ്രവർത്തിച്ചത്. BJP 4 സ്ഥലത്ത് 2ാം സ്ഥാനത്താണ്. അത് 1നും 10നും ഇടയ്ക്ക് വോട്ടുകൾക്കാണ് മട്ടത്തൂരിൽ. ഈ വോട്ട് തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാണ്. കാരണം BJP അവിടെ വരും എന്നുള്ളത് കൊണ്ടും ആ പഞ്ചായത്തിൽ അവിടുത്തെ മന്ത്രി എന്നുള്ള നിലയിൽ രാജ്യസഭയിൽ സുരേഷ് ഗോപി MP ആയിരുന്നപ്പോൾ കുടിവെള്ളം ഉൾപ്പെടെയുള്ളത്, പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള വീടുകൾ വച്ചു കൊടുത്തപ്പോൾ ജനം BJPക്ക് അനുകൂലമായി. ഇനി ഒരു അബദ്ധം അവിടെ പറ്റരുതെന്നുള്ളത് കൊണ്ടാണ് CPI, CPM, ജനതാദൾ, കോൺഗ്രസ്, കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഒരു അച്ചുതണ്ടിൽ BJPയെ തോൽപ്പിക്കുവാൻ അവർക്ക് ഉള്ള സ്ഥാനാർത്ഥികളെ അവർ നിർത്തുകയും ഇവരുടെ സ്ഥാനാർത്ഥികൾ LDF നിർത്തുകയും ഒരു മുന്നണി അഡ്ജസ്റ്റ്മെൻറ്റ് വന്നത് BJPക്ക് തിരിച്ചടിയായി. അല്ലെങ്കിൽ BJPയുടെ ഭരണത്തിൽ വരും. ഇത് മനസ്സിലാക്കിയ BJPയുടെ ജില്ലാ നേതൃത്വവും അവിടുത്തെ ഏരിയ നേതൃത്വവും മണ്ഡലം നേതൃത്വവും ബുദ്ധിപൂർവം ഈ ഒരു മറുപടി ഉത്തരേന്ത്യൻ മോഡൽ അവിടെ കൊടുത്തു. അത് ശ്ലാഘനീയമാണ്. BJPക്കെതിരെ ജനാധിപത്യ പ്രക്രിയയിൽ ഒത്തുനിന്ന് പരാജയപ്പെടുത്തുവാൻ ഇന്ത്യ മുന്നണിയായിട്ട് നിർന്നപ്പോൾ ഈ 8 ആൾക്കാരെ ഇവർ വിലപേശിക്കണം. അത് ജനാധിപത്യ പ്രക്രിയയിൽ കുതിരക്കച്ചവടമെന്ന് അവർ ആക്ഷേപിക്കണമെങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ ഈ ഇന്ത്യ മുന്നണി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയെ പരാജയപ്പെടുത്തുവാനാണ് അവർ മുന്നണി സഖ്യത്തിൽ നിന്നത്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അവർ സഖ്യമല്ല എന്ന് വരുത്തുകയും അന്തർധാരകളുടെ ഇടയിൽ അവർ BJPയെ പരാജയപ്പെടുത്തിയപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ കുതിരക്കച്ചവടത്തിൻ്റെ ഒരു റോള് BJPയുടെ നേതാക്കൾക്ക് സ്വീകരിക്കേണ്ടി വന്നു. അതിനുപരി കോൺഗ്രസിൻ്റെ ധാർഷ്ട്യവും CPMലെ ചിലർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് കിട്ടുമെന്നുള്ള ധാരണയിലെത്തിയപ്പോഴാണ് ഈ 8 മെമ്പർമാരും BJPയിലേക്ക് മറുകണ്ഠം ചാടിയത്. അപ്പോൾ ഇതൊരു ഭാവി രാഷ്ട്രീയമാണോ അവിടെ ആ പഞ്ചായത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിലെ മട്ടത്തൂർ ഉള്ളത് കേരളത്തിൽ നടക്കുവാൻ പോകുന്ന ഒരു അന്തർനാടകമെന്നോ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരു ഉദാഹരണം ആരംഭം മട്ടന്നൂർ എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത്. മട്ടത്തൂർ എന്നുള്ള ആ പഞ്ചായത്തിൽ നടന്ന ഒരു നാടകമായിരിക്കും 2026 മേയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാതെ വരുമ്പോൾ കേരള അസംബ്ലിയിൽ കാണുവാൻ പോകുന്നതെന്ന് ഒരു മട്ടത്തൂർ ഒരു മിനി അസംബ്ലിയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ല, അതിപ്പോൾ മറ്റത്തൂരിനെ വെച്ച് CPM വലിയ രീതിയിൽ
ജനങ്ങൾക്ക് മുന്നിൽ പ്രചരണം നടത്തുകയാണ്. നിങ്ങൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരളത്തിലേക്ക് വന്നു, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി മാറും, അതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കൂ എന്നാണല്ലോ CPM പറയുന്നത്. ഇല്ലല്ല, അത് ജനങ്ങൾക്കറിയാമല്ലോ. തിരുവനന്തപുരത്ത് ഉപയോഗിച്ച കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എനിക്കറിയാം പല വാർഡുകളും അവർ ഉപയോഗിച്ചത് എന്താണ്. നമ്മൾ ഇവിടെ മുന്നണി രാഷ്ട്രീയങ്ങളല്ല, നമ്മൾ UDF മുന്നണിയെന്നും LDF മുന്നണിയെന്നും പറഞ്ഞ് നമ്മൾ തിരഞ്ഞെടുപ്പിന് നേരിടുന്നു. പക്ഷെ പല വാർഡുകളിലും അങ്ങനെയല്ല. BJP ജയിക്കരുതെന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റിന് കൊടുത്തു, കമ്മ്യൂണിസ്റ്റിൻ്റെ വോട്ടുകൾ കോൺഗ്രസിന് കൊടുത്തു. ഉദാഹരണം ഉള്ളൂർ വാർഡിൽ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് അവസാന നിമിഷം വന്നപ്പോൾ പഴയ സീനിയർ മോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഞാൻ കൗൺസിലറായിട്ട് തന്നെ മരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ജോൺസൺ ജോസഫ്. നല്ലൊരു ജനപ്രതിനിധിയാണ്. ആര് ചെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം വോട്ട് CPMൻ്റെ വോട്ട് ബാങ്കിൽ പോയി. അല്ലായിരുന്നു എങ്കിൽ BJPയുടെ അനിൽകുമാർ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് അവിടെ ജയിക്കുമായിരുന്നു. അപ്പോൾ BJP വരരുത്. അതുപോലെ മെഡിക്കൽ കോളേജ് വാർഡിലും സംഭവിച്ചു, അതുപോലെ ആണവമുഖം വാർഡിലും സംഭവിച്ചു. കരിക്കകത്ത് നടന്ന എന്താ, ക്ഷേത്രനഗരി എന്ന് പറയുന്ന കരിക്കകം മേഖല ഭാരതീയ ജനതാ പാർട്ടി ഇനി ഭരിക്കരുതെന്ന് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒത്ത തീരുമാനമാണ്. അല്ലെങ്കിൽ 1000-1500 പരം വോട്ട് കിട്ടുന്ന കോൺഗ്രസ്സിന് അവിടെ 500 പരം 490-520 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി വോട്ട് എവിടെ പോയി? CPMൻ്റെ കൗൺസിലറിന് വിറ്റു. അതുപോലെ ചാക്കയിൽ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള മിക്ക കൗൺസിലുകളിലും BJP വരരുത്, വന്നാൽ തിരിച്ച് കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസ്സിനോ ആ വാർഡ് കിട്ടുകയില്ല. ഉദാഹരണത്തിന് പാൽക്കുളങ്ങര നീണ്ട 4 ടേം അശോക് കുമാർ സാറ് അവിടെ കൗൺസിലറാണ്. ഇനി അവിടെ തോൽപ്പിക്കാൻ ഒക്കില്ലെന്നുള്ളത് കൊണ്ടാണ് പാൽക്കുളങ്ങരയെ വെട്ടി കുറച്ച് പെരുന്താനിയിലാക്കി, കുറച്ച് ശ്രീകണ്ഠേശ്വരത്ത് കൊടുത്തു, കുറച്ച് ഭാഗങ്ങളെടുത്ത് പേട്ടയിൽ കൊടുത്തു. അങ്ങനെ അവരുടെ അച്ചുതണ്ട് വിജയിച്ചു. ആ അശോക് കുമാർ സാറിൻ്റെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ഏരിയ വരുന്ന ആ ഗുരുദേവ റോഡ് ഇങ്ങോട്ട് വരുന്ന റോഡെല്ലാം വെട്ടിമുറിച്ച് പേട്ടയ്ക്ക് കൊടുത്തപ്പോൾ SP ദീപക്കിന് ജയിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വികസനത്തിൽ ഒരു നോക്കിന് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിഭജനം BJPക്ക് അനുകൂലമായിട്ട് വന്നു. ചിലയിടത്ത് അത്തരം അനുകൂല ഘടകങ്ങൾ വന്ന സമയത്ത്, ഉദാഹരണത്തിന് വോട്ടെണ്ണി ഏകദേശം ഊണ് സമയമാകുമ്പം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേഡർ സ്വഭാവമുള്ള പ്രവർത്തകരും ബ്രാഞ്ചിലും ലോക്കലിലും ഉള്ളവരാണ്. ഇത്ര വോട്ടുകൾ പോൾ ചെയ്തത് ആരായിരിക്കുമെന്ന് അവരുടെ ഇന്നേജൻറ്റും ഉടനെ ലിസ്റ്റ് എടുത്ത് ഔട്ട് ഏജൻറ്റിന് കൊടുക്കും. ഔട്ട് ഏജൻറ്റ് നേരെ അവരുടെ ലോക്കൽ ഓഫീസിൽ ചെല്ലും, ഡിസ്കഷൻ ചെയ്യും. അതിനുശേഷം BJP വരരുതെന്നുള്ള പാറ്റൻറ്റ് LCയിലും ലോക്കലിലും ബ്രാഞ്ചിലുമുള്ള പുറത്ത് ന്യൂസ് പോകാതിരിക്കുന്ന 10-15 പരം നേതാക്കൾ വോട്ട് ചെയ്യാതെ നിൽക്കും. ഇവരെല്ലാം 3 മണിക്ക് ശേഷം 5 മണിക്ക് വോട്ട്, ഈ വാർഡ് ഒരിക്കലും BJP ജയിക്കരുതെന്ന് പറഞ്ഞ് നേരെ അവർക്ക് ഉള്ള UDFനാണെങ്കിൽ UDF, LDF ബാന്ധവമാണെങ്കിൽ അവർക്ക്. അതിനാണ് ചെല്ലമംഗലം വാർഡിൽ സംഭവിച്ചതാണ്. അവിടെ BJP ജയിക്കുമെന്ന് BJP 100% അറിയാം. അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നായി. ഇതുപോലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 26 പല സ്ഥലങ്ങളിലും BJP ജയിക്കും. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് 12-14 ഇടയ്ക്ക് MLA കിട്ടുവാൻ ചാൻസ് ഉണ്ട്, ഈ വോട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ. ഈ സ്ഥലങ്ങളിലെല്ലാം നടക്കും. അതാണ് അവിടെ കിടന്ന മുരളീധരൻ രാജിവെച്ച് കുമ്മനത്തിനെ പരാജയപ്പെടുത്തുന്ന നേമത്ത് വന്നത്. എന്താ, നേമത്ത് ആ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റിൻ്റെ വോട്ട് മുരളീധരന് പോയതുകൊണ്ടാണ് ജയിച്ചത്. അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനെ നേമത്ത് തോൽപ്പിക്കാൻ ഒക്കുകയില്ല. ആ ഒരു ഇത് അസംബ്ലിയിൽ വരികയാണ് എങ്കിൽ ഈ തൃശ്ശൂരിൽ ഇപ്പോൾ നടന്ന സംഭവം അസംബ്ലിയിലും പ്രാവർത്തികമാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.